dear students, here we are going to study the topic about company meeting. Holding of meeting periodically to discuss the matters of common interest about the business is various matters are absolutely necessary for company. കമ്പനികളുടെ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഏരിയാസുകളിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ കമ്പനിയെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ മീറ്റിംഗ് കൺവീൻ ചെയ്യാറുണ്ട്. സോ മീറ്റിംഗ് ഈസ് ദി ഗാദറിംഗ് ഓർ അസംബ്ലിംഗ് ഓഫ് 2 or more persons to discuss about the some common issues at a particular place and taking decision on the opinion expressed in that meeting or in that the place. നമുക്ക് ഒരു മീറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അറിയാം, പക്ഷേ കമ്പനി കൺവീൻ ചെയ്യുന്ന ഏതൊക്കെ ടൈപ്പുള്ള മീറ്റിംഗ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു കാര്യം പൊതുവായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി കുറേ ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് മീറ്റിംഗ് കൺവീൻ ചെയ്യാറുണ്ട്. അതിൽ നിന്നും എടുക്കുന്ന ഡിസിഷൻസുകളായിരിക്കും അവർ പല ആളുകളുടെയും ഒപ്പീനിയൻസുകൾ ഡിസിഷൻസുകളായിട്ട് എടുക്കാറുണ്ട്. പക്ഷെ കമ്പനിയുടെ മീറ്റിംഗ് ഏതൊക്കെ ടൈപ്പിലാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. There are different kinds of meeting of shareholders and meeting of directors and a meeting convened by the creditors and a meeting of the debenture holders. സാധാരണയായിട്ട് കമ്പനിയുടെ മീറ്റിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 4ആണ്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ്, ഡയറക്ടേഴ്സ് മീറ്റിംഗ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ആൻഡ് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ്. ഈ 4 മീറ്റിങ്ങുകളും അതിൻ്റെ പ്രൊസീജിയറുകളും അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള നോട്ടീസ് നൽകുന്നത് അല്ലെങ്കിൽ ആ ഡിസിഷൻസുകൾ എങ്ങനെയാണ് അതിൻ്റെ ഡീലിംഗ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡർ ആണ്. ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് ഏതെല്ലാം ടൈപ്പിലുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, another one annual general meeting and last one extraordinary general meeting. ഷെയർ ഹോൾഡേഴ്സുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, നമ്പർ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്, നമ്പർ 3 എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇതിൽ ഓരോ മീറ്റിങ്ങുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഇതാണ്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്താണ് എന്നുള്ളതെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. There is no provision for statutory meeting about the conducting or calling of company under the Companies Act 2013. ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിന് എന്തെല്ലാം പ്രൊവിഷൻസുകൾ പ്രൊസീജിയേഴ്സുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് പുതിയ കമ്പനീസ് ആക്ടിൽ പ്രത്യേകിച്ച് പ്രൊവിഷൻസുകളൊന്നുമില്ല. പക്ഷേ കമ്പനീസ് ആക്ട് 1956 അതിന് വളരെയധികം പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസുകളാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, അങ്ങനെയുള്ള കമ്പനികളൊക്കെ അങ്ങനെയുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിലിറ്റിയുടെ ബേസിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് നോട്ട് ഹാവിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതുണ്ട്, പോലെ ഗ്യാരണ്ടി കമ്പനികളുണ്ട്, അതിൽ തന്നെ ക്യാപിറ്റലുള്ള കമ്പനികളുണ്ട്, ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ലിമിറ്റഡ് ബൈ ഷെയർസും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് ഷെയർ ക്യാപിറ്റലും അങ്ങനെയുള്ള 2 കമ്പനികൾ നിർബന്ധമായിട്ടും ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ ബിസിനസ് കമൻസ് ചെയ്യും. അപ്പം അത് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസത്തിന് ശേഷവും അത് തുടങ്ങിയിട്ട് 6 മാസത്തിനകവും എന്ത് ചെയ്തിരിക്കണം, ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യണം. ദാറ്റ് മീറ്റിംഗ് ഇങ്ങനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്.
സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഈസ് ഹോൾഡ് വൺസ് ഇൻ ലൈഫ് ഓഫ് കമ്പനി. കമ്പനി എത്ര വർഷമുണ്ടോ അത്രയും കാലത്തിന് ഒരു പ്രാവശ്യം മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുള്ളൂ. കാരണം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ചും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കാൻ ആദ്യമായിട്ട് വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ, അതിന്റെ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരു വട്ടം മാത്രമേ കമ്പനി എന്ത് ചെയ്യാറുള്ളൂ, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യാറുള്ളൂ. പക്ഷെ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം എന്നുള്ളതില്ല. പ്രൈവറ്റ് കമ്പനികൾക്ക് നിർബന്ധമില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പനിഷ്മെന്റ് ഒന്നും ആർക്കില്ല, അങ്ങനെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനില്ല. പക്ഷേ കമ്പനീസ് ആക്ട് പ്രകാരം every company limited by shares and every company by guarantee having share capital shall have to be hold statutory meeting after 1 month and before the 6th month. ഈ ഒരു സമയത്തിനകം വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഒരു പ്രാവശ്യം വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ പിന്നുള്ള സമയങ്ങളിലൊക്കെ വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങുകൾ ഏതായിരിക്കാം? ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് ആവും. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ഒക്കേഷൻസുകൾ, സ്പെഷ്യലായിട്ട് വരുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുന്ന മാറ്റേഴ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആയിരിക്കും. ഇതൊരിക്കൽ മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അനദർ വൺ, പർപ്പസ് ഓഫ് ദ മീറ്റിംഗ്. എന്തിനു വേണ്ടിയായി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വൺസ് ഇൻ ലൈഫിലാണ് വിളിച്ചു ചേർക്കുന്നത് അല്ലേ. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ ഷെയർ ഹോൾഡേഴ്സിന് അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിംഗിലാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കമ്പനി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. അതിൽ കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. Formation of the company. In this meeting, the following particulars are discussed. First one, formation of the company. Then statutory report prepared by the board of directors and about the working of the company and financial position up to this date of the company. ഇതൊക്കെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ ഫോർമേഷൻ, അതായത് ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തു, ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വന്നിട്ടുള്ളത് അതൊന്നും ആർക്കറിയില്ല. എത്ര മെമ്പർമാരുണ്ട് എന്നുള്ളതൊന്നും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അറിയണം എന്നില്ല. അപ്പൊ ആ ഫോർമേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ പറയുന്ന മീറ്റിംഗിൽ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അനദർ വൺ പറയുന്നത് കമ്പനിയുടെ വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പൊ 6 മാസം ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറിയണം. അനദർ വൺ, ആ കമ്പനി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് വരെയുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച്. ഫിനാൻഷ്യൽ പൊസിഷൻ പറയുമ്പോൾ കമ്പനിയുടെ ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, അസറ്റ്സുകൾ എത്രമാത്രം ഉണ്ട്, അതിനെക്കുറിച്ചെല്ലാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻസുകളും ഏത് പൊസിഷനെ പറ്റിയും എവിടെ ഡിസ്കസ് ചെയ്യണം, ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ ഇനി ഈ 3 വിഷയങ്ങളല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ടെങ്കിൽ അത് നോട്ടീസ് മുഖേന എന്ത് ചെയ്യാം, പറഞ്ഞുകൊണ്ട് ആ ഒരു മാറ്റർ നോട്ടീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതും എവിടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ആണ്. ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ ആ മീറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് നോട്ടീസ് സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിന്റെ അറ്റ്ലീസ്റ്റ് 21 ഡേയ്സിന് ബിഫോർ ആയിട്ടുള്ള ഒരു നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും നൽകിയിരിക്കണം. അപ്പൊ നോട്ടീസിനോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എവിടെയാണ് കൺവീൻ ചെയ്യുന്നത് അതിന്റെ ഡേറ്റും ടൈമും പ്ലേസും മെൻഷൻ ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന്റെ ആവശ്യകത അതെന്താണോ അതിനെ ആ ഒരു കാര്യം ഡേറ്റ് ടൈം പ്ലേസ് എല്ലാം അറിയിച്ചുകൊണ്ടായിരിക്കണം 21 ഡേയ്സിൽ മുമ്പായിട്ട്, അറ്റ്ലീസ്റ്റ് 21 ഡേയ്സ് മുമ്പായിട്ടെങ്കിലും നോട്ടീസ് നൽകി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യാം.
അനദർ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള വേറൊരെണ്ണമാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ പ്രധാനമായിട്ടും ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രസന്റ് ചെയ്തിരിക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ 2 ഡയറക്ടർമാർ ഇൻക്ലൂഡിങ് അതിലൊരാള് മാനേജിംഗ് ഡയറക്ടർ ഡ്രാഫ്റ്റ് സൈൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടില് കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പൊ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിൽ ഡിസ്കസ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൽ പറയും, ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പറയും. അപ്പൊ what do you mean by statutory report എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ statutory report is prepared for the purpose of discussing the matters in the statutory meeting. It is prepared by the board of directors and at least 2 directors including 1 managing director should be signed in the statutory report. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ ഒരു കോപ്പി നോട്ടീസ് സെൻഡ് ചെയ്യുന്നതിനോടൊപ്പം എല്ലാ മെമ്പേഴ്സിനും സെൻഡ് ചെയ്തിരിക്കണം. നമ്മൾ നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ 21 ഡേയ്സിന് മുമ്പ് നോട്ടീസ് എല്ലാ മെമ്പർമാർക്കും എത്തുമ്പോൾ ഇതിന്റെ ഒരു കോപ്പി ആർക്ക് കൊടുത്തിരിക്കണം? എല്ലാ മെമ്പർമാർക്കും നൽകിയിരിക്കണം. അപ്പൊ മെമ്പർമാർക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോഴത്തെ കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയാണ്, അത് ഫോർമേഷൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ കണ്ടന്റ്സുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ആർ ദി പോയിന്റ്സ് ഓർ പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ദി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്? നമ്പർ 1, ഇപ്പൊ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പറയാനുള്ള വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് നോട്ടീസിനോട് കൂടെ എല്ലാ മെമ്പേഴ്സിനും അയക്കണം എന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു കോപ്പി ആർക്കും കൂടെ അയക്കണം? രജിസ്ട്രാർക്കും അയച്ചിരിക്കണം. കാരണം സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കമ്പൽസറി ആണ്, കമ്പനി അത് കൺവീൻ ചെയ്യണം എന്നുള്ളത്. അതിലെന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്ന പക്ഷം അതിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തുണ്ടായിരിക്കും? പെനാൽറ്റി ഉണ്ടായിരിക്കും. അത് അവർക്കൊരു ലയബിലിറ്റി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അത് കൺവീൻ ചെയ്തു എന്നുള്ളത് അറിയാനായിട്ട് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്തിരിക്കണം. അത് കമ്പൽസറി ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടന്റ്സ് ആണ്. Statutory report shall contain the following particulars. Number 1, total number of shares fully paid and partly paid allotted. അതായത് കമ്പനി അലോട്ട് ചെയ്തിട്ടുള്ള ഷെയർസുകൾ ഉണ്ടായിരിക്കും. ആ ഷെയർസുകളിൽ തന്നെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ളത് എത്രയാണ്, പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസുകൾ എത്രയാണ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പറയണം. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ കണ്ടന്റിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൽ തന്നെ കമ്പനി അലോട്ട് ചെയ്യുന്ന ഷെയർസുകളിൽ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ഉണ്ടായിരിക്കും, ദെൻ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഫുള്ളി ആയിട്ടുള്ളതും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ്സ് പറയുമ്പോൾ ഫസ്റ്റ് വൺ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഷെയർസ് അലോട്ടഡ്, അലോട്ട് ചെയ്തിട്ടുള്ള ഷെയർസുകളിൽ അത് പറയും. നമ്പർ 2, നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് അല്ലാതെ ക്യാഷിനല്ലാതെ അലോട്ട് ചെയ്തിട്ടുള്ള ഷെയർസുകൾ ഉണ്ടായിരിക്കും. ആ ഷെയർസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്വീറ്റ് ഇക്വിറ്റി ആയിട്ടുള്ള ഷെയർസുകൾ. അപ്പൊ ആ ഷെയർസിന്റെ നമ്പർ പറയണം. ഇപ്പൊ നമ്പർ 2 എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. Sweet equity shares, that is the shares issued to the board of directors or officials for consideration other than cash. It is called sweet equity shares. അപ്പൊ അത് എത്ര എണ്ണാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് റിപ്പോർട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. Another one, total amount of cash received in respect of allotted. അപ്പൊ നമ്മൾ ഷെയർ അലോട്ട് ചെയ്തു, അതിൽ എത്രയാണോ ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റിസീവ് ചെയ്തിട്ടുള്ളതിന്റെ അപ്പോൾ നമ്മൾ ഫുള്ളി പെയ്ഡപ്പും പാർട്ട്ലി പെയ്ഡപ്പും പറഞ്ഞു. അപ്പൊ റിസീവ് ചെയ്തിട്ടുള്ള ക്യാഷ് എത്രയാണെന്നുള്ളത് പറയണം. ആദ്യം നമ്പർ ഓഫ് ഷെയർസ് ആ പറഞ്ഞത്, അത് എമൗണ്ട് ആയിട്ട് ക്യാഷ് റിസീവ്ഡ് എത്ര എന്നുള്ളത് പറയണം. ഇനി അടുത്തത് പറയുന്നത് അബ്സ്ട്രാക്ട് ഓഫ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഇതാണ് റിസീവ്ഡ് ക്യാഷ് ആണ് പറയുന്നത്. റിസീവ്ഡ് ക്യാഷ്
നാലാമത്തെ പോയിന്റ് എബ്സ്ട്രാക്ട് ഓഫ് ദി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. എബ്സ്ട്രാക്ട് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഡേറ്റിനുള്ളിലുള്ള ആ അത്രയും സമയത്തിന് വരുന്ന കമ്പനിയുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ പറയുന്നത്. Then name and address and occupation of directors, auditors, managing directors or managers or secretary. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലായിട്ട് വന്നിട്ടുള്ള ഒഫീഷ്യൽസ് ആരൊക്കെയാണോ അവർ മാനേജർ ആവാം, മാനേജിംഗ് ഡയറക്ടർ ആവാം, സെക്രട്ടറി ആവാം, കമ്പനിയുടെ ഓഡിറ്റർ ആവാം, ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഡയറക്ടേഴ്സിന് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് അവരെ എടുത്ത ഷെയറിനെ കുറിച്ചുണ്ടായിരിക്കണം, നെയിം ഉണ്ടായിരിക്കണം, അഡ്രസ് ഉണ്ടായിരിക്കണം, ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കണം. അനദർ വൺ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് ദി പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വരെ കമ്പനി അഫോർഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ എത്രയാണെന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അനദർ വൺ പർട്ടിക്കുലേഴ്സ് ഓഫ് കമ്മീഷൻ ഓർ ഡിസ്കൗണ്ട് പെയ്ഡ് ഓർ ടു ബി പെയ്ഡ്. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാനോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനോ കമ്മീഷൻ നൽകിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ നൽകിയിട്ടുണ്ടായിരിക്കാം. അത് പെയ്ഡ് ചെയ്തിട്ടുള്ളതും ഇനി ടു ബി പെയ്ഡ് കൊടുക്കാനുള്ളതുമായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അനദർ വൺ പർട്ടിക്കുലേഴ്സ് ഓഫ് എനി കോൺട്രാക്ട് ടു ബി സബ്മിറ്റഡ്. കമ്പനിയുടെ മറ്റ് ഡീലിങ്സുകൾ, ബിസിനസ് ഡീലിങ്സുകളുമായിട്ടോ അഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകളും ഒക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അതിലൊക്കെ എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻസുകൾ ആരൊക്കെ ആയിട്ടാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള പെർട്ടിക്കുലേഴ്സ് റിപ്പോർട്ടിൽ പറയണം. അനദർ വൺ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ അണ്ടർ റൈറ്റിംഗ് ഓഫ് കോൺട്രാക്ട്. ഇപ്പോൾ കമ്പനി എന്തെങ്കിലും അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ച് പറയണം. ഇനി കമ്പനി അത് അണ്ടർ റൈറ്റിംഗ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്, പക്ഷെ ഇതുവരെ അത് കമ്പനി അത് തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ സെയിം റീസൺസുകൾ എന്താന്നുള്ളത് പറയണം. ദെൻ ഏരിയേഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അനദർ പെർട്ടിക്കുലർ ആണെന്ന് പറഞ്ഞത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഇവരെടുത്ത ഷെയറിന്റെ മുകളിൽ ഏരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഏരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്തുനിന്നും ഏരിയേഴ്സ് വരാം, പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ ഇവരെടുത്തിട്ടുള്ള ഷെയറിന്റെ ഏരിയേഴ്സ് ആണ് ഇവിടെ ഇൻഫോം ചെയ്യേണ്ടത്. അനദർ വൺ പെർട്ടിക്കുലേഴ്സ് ഓഫ് കമ്മീഷൻ and brokerage paid to directors or managers in connection with the issue of share and debenture. നേരത്തെ നമ്മൾ പറഞ്ഞു കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് ആണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആണ്. അത് ഷെയറും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് നൽകിയിട്ടുള്ള കമ്മീഷനാണ്. ഇവിടെ ഡയറക്ടർമാരോ മാനേജിംഗ് ഡയറക്ടറോ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പെർട്ടിക്കുലേഴ്സ് ആയിട്ട് പറയേണ്ടത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുന്നതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എവിടെ വായിച്ചിരിക്കണം? കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ റീഡ് ചെയ്യണം. അതിന്റെ ചെയർമാന് സെക്രട്ടറിയെ ഏൽപ്പിച്ച് അത് റീഡ് ചെയ്യണം. അത് നോക്കാനും അന്വേഷിക്കാനും ഇൻസ്പെക്ട് ചെയ്യാനും എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഈ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൺവീൻ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റിപ്പോർട്ട് റീഡ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അനദർ വൺ സർട്ടിഫിക്കേഷൻ ആൻഡ് ഫില്ലിംഗ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പൊ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദെൻ അതിൽ 2 ഡയറക്ടർമാരെങ്കിലും അതിൽ സൈൻ ചെയ്തിരിക്കണം, സർട്ടിഫൈ ചെയ്തിരിക്കണം. അതിലൊരാൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അത് മാത്രമല്ല കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് പുറമെ ആയിട്ട് ഓഡിറ്ററും കൂടെ സർട്ടിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കമ്പനിയുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ എവിടെ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു, ഈ ഇതിൽ കൊടുക്കണം, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ കൊടുക്കണം. അപ്പൊ ആ റെസിപ്റ്റും പേയ്മെന്റും പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാനായിട്ട് പാടില്ല, അത് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം. അപ്പൊ ആ ഓഡിറ്ററുടെ സർട്ടിഫിക്കേഷനും ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന് ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പിയാണ് ആർക്ക് അയക്കേണ്ടത്? രജിസ്ട്രാർക്ക് അയക്കേണ്ടത്. അതേസമയം ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് നോട്ടീസിനോടുകൂടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അയക്കേണ്ടതാണ്.
അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം, അതുപോലെ തന്നെ MD ഒരാളായിരിക്കണം അതിൽ സൈൻ ചെയ്യേണ്ടത്. 2 ഡയറക്ടർമാരിൽ ഓഡിറ്റർ സൈൻ ചെയ്യേണ്ടത് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിനെ സർട്ടിഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ റിപ്പോർട്ടിൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ, കറക്റ്റ് ആണോ, ഒതന്റിക്കേറ്റഡ് ആണോ, ഓതറൈസ്ഡ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യുന്നത്. കൂടാതെ ഇതിന്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യുകയും വേണം. ഇതാണ് സർട്ടിഫിക്കേഷൻ ഓഫ് ആൻഡ് ഫൈലിംഗ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. Another one, rights of member in the statutory meeting. ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ അതിൽ പങ്കെടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ, മെമ്പേഴ്സിന്റെ റൈറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ നമുക്ക് പറയാനുള്ളത്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിനെ സംബന്ധിച്ച് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പൊ കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അറിയാനും അത് കമ്പനി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇതാണ് ഇവിടെ പറയുന്നത് റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. നമ്പർ 1, റൈറ്റ് ടു ഡിസ്കസ് എനി മാറ്റർ റിലേറ്റിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി. കമ്പനി ഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ ഫോർമേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിക്വയർമെന്റ്സുകളുണ്ട് അല്ലെ. അതിന്റെ ഇൻകോർപ്പറേഷൻ, രജിസ്ട്രേഷൻ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് പ്രിപ്പറേഷൻ, അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏത് പെർട്ടിക്കുലേഴ്സും ആർക്ക് ഡിസ്കസ് ചെയ്യാം, മെമ്പേഴ്സിന് ഡിസ്കസ് ചെയ്യാം. Another one, right to adjourn the meeting from time to time. മീറ്റിങ്ങുകൾ ഇപ്പോൾ കൺവീൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, അഡ്ജേൺ ചെയ്യാം. ഇപ്പം ഈ ഡേറ്റിൽ നിന്നും മറ്റൊരു ഡേറ്റിലേക്ക് നീട്ടി വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ നീട്ടി വെച്ചിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന റെസൊല്യൂഷൻസുകൾ, അതിൽ തീരുമാനിക്കാനായിട്ട് ഉദ്ദേശിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. Another one, right to inspect the list of members. ഇതുവരെയുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആരൊക്കെയാണോ അവരെ കുറിച്ചുള്ള ലിസ്റ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ഡീറ്റെയിൽസ് ആർക്കെടുക്കാം, ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാവുന്നതാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു അവകാശമാണ് മറ്റുള്ള ആരൊക്കെയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ഫുൾ ലിസ്റ്റ് ഇവർക്ക് ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. Another one, right to file petition of the court, compulsory winding up of the company if the company makes default in issuing and filing statutory report as per the act. കമ്പനീസ് ആക്ട് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ ഒരു കോപ്പി എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രാർക്ക് ഫയലിംഗ് ചെയ്യണം. ആ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അതിലെന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്നുണ്ടെങ്കിൽ കമ്പൾസറി വൈൻഡിങ് അപ്പിന് വേണ്ടി, വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പിലുള്ള വൈൻഡിങ് അപ്പ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അതാണ്, വൈൻഡിങ് അപ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കമ്പൾസറി വൈൻഡിങ് അപ്പ് ഉണ്ട് ഒരെണ്ണം വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്. അപ്പോൾ കമ്പൾസറി വൈൻഡിങ് അപ്പിന്റെ സർക്കംസ്റ്റാൻസുകൾ നമുക്ക് ഒരുപാട് റീസൺസുകളുണ്ട് കമ്പൾസറി വൈൻഡിങ് അപ്പിന്. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീഫോൾട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പൾസറി വൈൻഡിങ് അപ്പിന് വേണ്ടി ഈ മീറ്റിംഗിൽ എന്ത് ചെയ്യാം, കോർട്ട് മുഖേന ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ എന്തെങ്കിലും ഡീഫോൾട്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യാം, പനിഷ്മെന്റ് കൊടുക്കാം. കമ്പനി തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി, കമ്പൾസറി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി കോർട്ട് മുഖേന എന്ത് ചെയ്യാവുന്നതാണ്, ഫയലിംഗ് ചെയ്യാവുന്നതാണ്. അപ്പൊ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോർട്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ട്രിബ്യൂണലാണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. അപ്പൊ അത് മുഖേന എന്ത് ചെയ്യാവുന്നതാണ്, കേസ് ഫയൽ ചെയ്യാവുന്നതാണ്, പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് കമ്പനിയുടെ വൈൻഡ് അപ്പിന് വേണ്ടിയുള്ള മൂവിങ് നടത്തുന്നതാണ്. അത്രയാണ് കമ്പനിയുടെ റൈറ്റ്സ്, ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗുമായി ഉള്ള റൈറ്റ്. ഫസ്റ്റ് വൺ പറയുന്നത്
ഫോർമേഷൻ ഓഫ് കമ്പനിയെ കുറിച്ചുള്ള ഡിസ്കഷൻ, കമ്പനിയുടെ മീറ്റിംഗ്സുകൾ അഡ്ജേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതിൻ്റെ പാസ്സാകുന്ന റെസൊല്യൂഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കൊണ്ടുവരാം. അനദർ വൺ, ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാവുന്നതാണ്. എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി റൈറ്റ് ടു ഫയൽ ദ പെറ്റീഷൻ to the court for compulsory winding up if the company is in default for the preparation and for filing the statutory report to the registrar under this act. Next, procedure at the meeting. നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിന് എന്തൊക്കെയാണ് ആ മീറ്റിംഗ് കൺവീൻ ചെയ്തതിന്റെ പ്രോസസ്സാണ് പറയുന്നത്. ആരൊക്കെയാണ് അതിൽ മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത്, അതിൽ പ്രസന്റ് ചെയ്യേണ്ടത് വിഷയങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു നടപടിക്രമം നമുക്കിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് മീറ്റിങ്ങിന് കൺവീൻ ചെയ്യേണ്ടത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺവീൻ ചെയ്യുമ്പോൾ അതിന് മീറ്റിങ്ങിൽ ഒരു നോട്ടീസ് നൽകണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ നോട്ടീസിൽ 21 ഡേയ്സിൽ മുമ്പ് ഒരു നോട്ടീസ് നൽകുമ്പോൾ ആ മീറ്റിംഗ് എവിടെയാണോ കൺവീൻ ചെയ്യുന്നത് അതിൻ്റെ പ്ലേസ്, അതിൻ്റെ ടൈം, അതിൻ്റെ ഡേറ്റ് ഇതെല്ലാം നൽകിയിരിക്കണം. അത് മാത്രമല്ല ആ മീറ്റിങ്ങിൽ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് എത്ര പേരുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, അവിടെ നെയിം, ദെൻ അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ, അതല്ല അവരുടെ അടുത്തുള്ള ഷെയർസുകൾ എത്രയാണോ, നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്, ഇതെല്ലാം അവിടെ പ്രസന്റ് ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ കൊണ്ടുവരികയും പ്ലേസ് ചെയ്യുകയും ചെയ്യണം. അതെല്ലാവർക്കും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് റീഡ് ചെയ്യാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാവുന്നതും ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന് കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ച്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പറയുന്ന ഏതെങ്കിലും മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ മെമ്പേഴ്സും പ്രസന്റ് ആവണമെന്നില്ല. പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ ബേസിൽ വെച്ചുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. ഫോർമേഷൻ ഓഫ് കമ്പനി ഉണ്ട്, വർക്കിംഗ് ഓഫ് ദി കമ്പനി ഉണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി ഉണ്ട്. അതാ ഇൻകോർപ്പറേറ്റ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് വരെയുള്ള വിഷയങ്ങളാണ് പറയേണ്ടത്. അത് കൂടാതെ എന്തും ചെയ്യാം, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള മാറ്റേഴ്സും എന്ത് ചെയ്യാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു മീറ്റിംഗിൽ ചെയർമാൻ ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനിയുടെ ബോർഡ് ചെയർമാൻ എന്ത് ചെയ്യാം, സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിന് ഇതിലുള്ള ലിസ്റ്റ് വായിക്കാനും അതിന് എല്ലാവർക്കും അത് റിപ്പോർട്ടായിട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടാവുന്നതാണ്. ഇനി മീറ്റിങ്ങിൽ ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തതിന്റെ പർപ്പസ്, ആ പർപ്പസ് നമുക്കറിയാം, ഫോർമേഷൻ ഓഫ് കമ്പനിയും അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും വർക്കിങ്ങും പറയാനാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കണം. ആ പ്രസന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിസ്കഷൻസുകൾ വരാണെന്നുണ്ടെങ്കിലോ ക്വസ്റ്റ്യൻസുകളോ വരാണെന്നുണ്ടെങ്കിലോ അതിനെക്കുറിച്ചും എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കണം, ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞിരിക്കണം. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലോ ഡിസ്കഷൻ വരികയാണെന്നുണ്ടെങ്കിലോ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിലോ അതും പറയാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബാധ്യസ്ഥരാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെയർമാനാണ്. എന്നിട്ട് ഈ പറയുന്ന ലിസ്റ്റ് വായിക്കണം, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിലെ മാറ്റേഴ്സ് വായിക്കേണ്ടതൊക്കെ ചെയർമാനാണ്. ഇനി നോട്ടീസിനോട് കൂടെ തന്നെ ഈ നേരത്തെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് നൽകിയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളെല്ലാം എല്ലാ മെമ്പേഴ്സിനും ഡിസ്കഷൻ ചെയ്യാനുള്ള റൈറ്റും കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊസീജിയർ പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുന്ന പ്രശ്നം, അതായത് ഡീഫോൾട്ട് വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കമ്പൽസറി ആണ്. ഒരു വർഷത്തിലൊരിക്കൽ അല്ലെ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ അത് വിളിച്ച് ചേർത്തിരിക്കണം. അപ്പൊ അതിന്റെ ഒരു റൂള് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, സെക്ഷൻ 165 ആണ്. അപ്പം സെക്ഷൻ 165 പ്രകാരം
കമ്പനി ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂളുകൾ കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്താണെന്നുണ്ടെങ്കിൽ അതിലുള്ള കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അവർക്ക് ഫൈൻ എന്ന് പറയുന്ന ഒരു പനിഷ്മെന്റ് അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 5,000 rupees വരെ അവർക്ക് എന്ത് ചെയ്യാം, ഫൈൻ നൽകാവും. ഫൈനായിട്ട് അവർക്ക് ഒരു പനിഷ്മെന്റ് കിട്ടുന്നതാണ്. അത് ആരാണോ ഈ ഒഫീഷ്യൽസ് എന്നുണ്ടെങ്കിൽ ലയബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ലയബിലിറ്റി വരുന്നത്. അനദർ വൺ പറയുന്നത് ഇനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഡെലിവറി ചെയ്യുന്നതിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനി ലോ ട്രൈബ്യൂണൽ മുഖേന കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാലുള്ള രണ്ട് പ്രോബ്ലംസുകൾ. ഒന്ന് ഡീഫോൾട്ട് വരുന്നത് 165 പ്രകാരം ഫൈനായിട്ട് അവർക്കുണ്ടായിരിക്കും. ഫൈൻ വരുന്നത് ഒഫീഷ്യൽസിനാണ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആരാണോ അതിലെ റെസ്പോൺസിബിൾ പേഴ്സൺ 5,000 rupees വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം ആ എമൗണ്ടിനെ. മറ്റൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകളൊക്കെ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അത് ഡീഫോൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും അവർക്ക് നിർബന്ധമായിട്ടും കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുപ്പ് നടത്താം. അപ്പൊ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ളത് ഇതാണ്, NCLT ആണ്. അതായത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആയിരിക്കും ഇങ്ങനെ കമ്പൽസറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ എടുക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സെക്കൻഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ചോദിക്കാറുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം. ഈ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആനുവലി വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് ആയിരിക്കും അല്ലെ, AGM എന്നാ പറയാം. ആനുവൽ ജനറൽ മീറ്റിംഗ് സെക്കൻഡ് മീറ്റിംഗ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ വിളിച്ചു ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇയർ ക്ലോസ് ചെയ്യാണ് അല്ലെ. അപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടുള്ള വിതിൻ 6 months അല്ലെങ്കിൽ 9 months 9 months എന്നുള്ളതാണ് റൂള്. പക്ഷെ അത് 6 months എന്ത് ചെയ്തിരിക്കണം, ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അപ്പൊ അതിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സും അതിൽ ഉണ്ടായിരിക്കണം. അതിനൊരു നോട്ടീസ് നൽകിയിരിക്കണം. അതായത് ഇത്ര സമയത്താണ് ജനറൽ മീറ്റിംഗ് എന്നുള്ളത്. അപ്പൊ എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഈ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കമ്പനിയുടെ ഈ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഡേറ്റ്, പ്ലേസ് ചിലപ്പോൾ ഒന്നുകിൽ രജിസ്റ്റേർഡ് ഓഫീസ് ആയിരിക്കാം അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും സിറ്റീസുകളോ ടൗണുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലേസിലായിരിക്കണം ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത്. ഇനി പബ്ലിക് ഹോളിഡേയ്സുകളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അതുപോലെ തന്നെ 9 to 6 എന്ന് പറയുന്ന രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ടൈമിനകത്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് മേ എക്സെപ്റ്റ് എനി കമ്പനി ഫ്രം പ്രൊവിഷൻ ഓഫ് ദിസ് സബ്സെക്ഷൻ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻ ആസ് ഇറ്റ് മേ ഇമ്പോസ്. അതായത് ഇപ്പോൾ ഒരുപാട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ടൈമിനെ കുറിച്ച്, പ്ലേസിനെ കുറിച്ച്, അതിന്റെ നോട്ടീസ് നൽകുന്നതിനെ കുറിച്ച്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അത് എക്സംഷൻ നൽകാവുന്നതാണ്. ഇനി ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ആർക്ക് നൽകിയിരിക്കണം, രജിസ്ട്രാർക്ക് നൽകിയിരിക്കണം. അപ്പൊ ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇത്രയാണ്. ഇനി കമ്പനി ആദ്യമായിട്ട് ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് അപ്പോൾ കമ്പനി വിളിച്ചു ചേർക്കുന്ന ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും അല്ലെ.
അപ്പോൾ ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ആവുമ്പോൾ കമ്പനി ആ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത തൊട്ടടുത്തത് തന്നെ പറയില്ല, 9 മാസം അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ വിളിച്ചു ചേർത്തിരിക്കണം ആനുവൽ ജനറൽ മീറ്റിംഗ്. അതിന്റെ ഒരു ടൈം പറയുന്നത് ഇത്ര തന്നെയാണ്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷാൽ ബി ഹെൽഡ് വിതിൻ എ പീരീഡ് ഓഫ് 9 months ഫ്രം ദി ക്ലോസ് ഓഫ് ദി പീരീഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ മാർച്ച് 31 ആണ്. അപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 9 months. ചിലപ്പോ ഡേറ്റ് മാറ്റി 6 monthsനകം റൂൾ പ്രകാരം ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അതാണ് നെസസറി ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം എന്നുള്ളത്. ഇനി കമ്പനി ഇത് പ്രകാരം ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ ഡേറ്റ് മുതലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർഷം കണക്കാക്കി ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യമായിട്ടുള്ള ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് ചില കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത ആ ഡേറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ആനുവൽ ജനറൽ മീറ്റിങ്ങുകളൊന്നും എന്ത് ചെയ്യണമെന്നില്ല, ഈ ഒരു ഇയർ വെച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അപ്പൊ അവിടെയൊക്കെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ 6 months അല്ലെങ്കിൽ 9 monthsനകമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ആനുവൽ ജനറൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് ഡീഫോൾട്ട് ഇൻ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിൽ ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് എല്ലാ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം അല്ലേ. അപ്പൊ അത് കമ്പനി ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ആയി കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 9 മാസത്തിൻ്റെ ഉള്ളിലാണ്. പിന്നീട് വരുന്ന ആനുവൽ ജനറൽ മീറ്റിങ്ങുകളൊക്കെ 15 monthsനേക്കാളും ഡ്യൂറേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. 15 മാസത്തെ ഗ്യാപ്പ് ഓരോ ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിയുമ്പോഴും ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ അത്രയും കമ്പൽസറി ആണ് അത് പറയുന്നത്. അപ്പൊ സെക്ഷൻ 96 ആണ് ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ സെക്ഷൻ 96 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ റൂൾസ് അനുസരിച്ചുകൊണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 97 പ്രകാരം പറയുന്നത് കമ്പനിയുടെ ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ട്രൈബ്യൂണൽ ഉണ്ട്. ആ ട്രൈബ്യൂണലിന് എന്ത് ചെയ്യാം, ഇതിനുള്ള ആക്ഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം മെമ്പേഴ്സ് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാത്തതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു എൻക്വയറി ട്രൈബ്യൂണലിന് ചെയ്യാവുന്നതാണ്. ട്രിബ്യൂണലിന് കമ്പനിയോട് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാം. ഇങ്ങനെ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഒരു വ്യക്തിയാണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിലും ആ വ്യക്തിയെ വെച്ചുകൊണ്ട് ഇത് ചെയ്തിരിക്കണം, മീറ്റിംഗ് കൺവീൻ ചെയ്യണമെന്ന് പറയുന്ന ഡയറക്ഷൻ പോലും ആർക്ക് നൽകാവുന്നതാണ്, ഈ ട്രിബ്യൂണലിന് നൽകാവുന്നതാണ്. കാരണം ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നത് കമ്പൽസറി ആണ്. അതിൽ ഡീഫോൾട്ട് വരുന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 97 പ്രകാരം പനിഷബിൾ ആണ്. അതുകൊണ്ട് വിളിച്ച് ചേർക്കാത്തതിന്റെ കാരണം അന്വേഷിച്ച കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള ഡയറക്ഷൻ ആർക്ക് കൊടുക്കാൻ ട്രിബ്യൂണലിന് നൽകാം. ഇനി മെമ്പേഴ്സിന്റെ ഒരു അഭാവം വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ മെജോറിറ്റി മെമ്പേഴ്സ് പങ്കെടുക്കാത്തത് കൊണ്ടാണെങ്കിൽ ഒരു മെമ്പറാണ് പ്രസന്റ് ഉള്ളതെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം, ആനുവൽ ജനറൽ മീറ്റിംഗ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം, ഡീം ചെയ്തുകൊണ്ട് ആ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്തു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഡയറക്ഷൻ ട്രിബ്യൂണലിന് നൽകാം. ഇനി ഇതിന്റെ ഡീഫോൾട്ട് ചെയ്യുന്ന പക്ഷം സെക്ഷൻ 97 പറയുന്നത് ആരാണോ ഒഫീഷ്യൽ എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു പനിഷ്മെന്റ് ആയിട്ട് വരുന്ന ഫൈൻ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. 1 ലക്ഷം രൂപ പനിഷ്മെന്റ് അവർ നൽകേണ്ടതായിട്ട് വരും. ഇനി ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് ടൈം കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് വിതിൻ 15 monthsനകം 2 ജനറൽ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 15 മാസത്തിനേക്കാളും ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ വിളിച്ച് ചേർത്തിരിക്കണം. അപ്പൊ ഇവര് ഡീഫോൾട്ട് ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ ഓരോ ദിവസത്തിനും 5,000 rupees വരെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഫർദർ ആയിട്ടുള്ള ഫൈൻ ഈടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഡീഫോൾട്ട് ചെയ്യുന്ന ആ ഡേറ്റ് ആ മുതൽ ഓരോ ദിവസത്തിനും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡിലേക്ക് ഓരോ ഡേറ്റിനും 5,000 rupees ഫർദർ പനിഷ്മെന്റ്
കിട്ടുന്നതാണ് ഈ പറയുന്ന ഡീഫോൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഡീഫോൾട്ട് ചെയ്യാതിരിക്കാനാണ് ഇത്രയും ഹൈ പണിഷ്മെന്റ് നൽകുന്നത്. കാരണം കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ്, പ്രോഫിറ്റബിലിറ്റി ഇതെല്ലാം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ആണെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഡീഫോൾട്ട് അങ്ങനെയുള്ള ഈ മീറ്റിംഗിലാണ് ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസുകളെല്ലാം കിട്ടുന്നത്. അവിടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്ന ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഇതൊക്കെ പ്ലേസ് ചെയ്തിരിക്കണം. അതെല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അതെല്ലാം എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് കമ്പനിയുടെ ഡിവിഡൻഡ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാകാനായിട്ട് കഴിയും. അപ്പൊ അത്രയും നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അത് കൺവീൻ ചെയ്യുന്നതിൽ ഡീഫോൾട്ട് ചെയ്യുന്ന ഒഫീഷ്യൽസിനാണ് 1 lakh rupees വരെ ഫൈൻ എന്ത് ചെയ്യുന്നത്, പനിഷബിൾ ആകുന്നത്. അപ്പൊ ഫൈൻ എമൗണ്ട് കൂടുന്നുണ്ട്. എപ്പോഴാണ് ഡീഫോൾട്ട് ചെയ്യുന്ന ഓരോ ഡേറ്റും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഡേറ്റിനും ഓരോ ഡേക്കും 5,000 rupees വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഓരോ മീറ്റിങ്ങിനും നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിക്വസിറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സുകളുണ്ട്. അത് നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പറയണം. അതായത് നോട്ടീസ്, അതിൽ വരുന്ന മെമ്പർമാര് എത്രയാണ് എന്നുള്ളത്, അതുപോലെ അതിൽ ക്വാറം എന്ന് പറയും, നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസന്റഡ്, അതുപോലെ തന്നെ മിനിറ്റ്സ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഇനി കമ്പനിയുടെ മീറ്റിംഗിൽ പാസ്സാക്കുന്ന റെസൊല്യൂഷൻസുകളുണ്ട്. വാലിഡ് ആയിട്ടുള്ള എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഡിസിഷൻസുകളാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതെല്ലാം ഈ എല്ലാ മീറ്റിങ്ങിനും അത് ബാധകമാണ്. അപ്പൊ നമുക്ക് ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് പറയാനുള്ളത്, ഈ വാലിഡ് ആയിട്ടുള്ള റിക്വസിറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മീറ്റിംഗ് എന്താണെന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, ഏതൊക്കെ ടൈപ്പുള്ള മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത്. ഇനി ആ മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ ഓരോ മീറ്റിംഗിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആയി കഴിഞ്ഞാലും ആനുവൽ ജനറൽ മീറ്റിംഗ് ആയി കഴിഞ്ഞാലും കമ്പനിയുടെ സെക്രട്ടറി ഒക്കെ എന്ത് ചെയ്യണം, മിനിറ്റ്സുകളൊക്കെ തയ്യാറാക്കണം. അതിനുശേഷം ആ മിനിറ്റ്സിന്റെ നെക്സ്റ്റ് മീറ്റിംഗ് വരുമ്പോൾ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പാകെ അത് പാസ്സാക്കി അത് അപ്രൂവൽ എടുക്കേണ്ടതാണ്. അതൊക്കെ ഈ 2 മീറ്റിങ്ങുകൾക്കും ബാധകമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗിൽ കുറച്ച് നോട്ടീസ് നൽകണം. അതുപോലെ തന്നെ അതിൽ ചേർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് ആണ് പറഞ്ഞത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡർ, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മീറ്റിംഗ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് ദി ഡയറക്ടർ. അതിൽ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ്, ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി, ദെൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത മെയിൻ ടോപ്പിക്കുകൾ. ഓക്കെ, താങ്ക് യു.